എന്തായാലും ഈ വർഷത്തെ IPL എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ഇന്നലത്തെ കളിയായാലും ഇന്നത്തെ കളി നോക്കുമ്പോൾ ഏകദേശം ഹൈ സ്കോറിംഗ് മാച്ച് നടക്കുകയാണ്. 500-ൽ പരം റൺസ് രണ്ട് ടീമും കൂടെ ഒരു മാച്ച് നേടിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാജസ്ഥാൻ റോയൽസ് മാച്ച് കയ്യിൽ നിന്ന് കളഞ്ഞെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ല ശരി. പ്രത്യേകിച്ച് ഹൈദരാബാദിൻ്റെ പിച്ച് നമുക്കറിയാം, ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയ ഒരു പിച്ചിൽ ബാറ്റ് ചെയ്ത് ഒരു നല്ലൊരു സ്കോർ കണ്ടെത്തേണ്ടതിന് പകരം ഏറ്റവും ഒരു ഡേഞ്ചറസ് ടീമായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബാറ്റ് ചെയ്യാൻ പറഞ്ഞയച്ചതിൻ്റെ എന്തായാലും ആർക്കും മനസ്സിലായിട്ടില്ല ഇന്ന്. ഡ്യൂ ഫാക്ടറോ അങ്ങനെ മഴയോ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്തോത്തിനാണ് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ റയാൻ പരാഗ് ബോളിംഗ് തിരഞ്ഞെടുത്തതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഏകദേശം തുഷാർ പാണ്ഡ്യ എന്ന് പറഞ്ഞൊരു ബോളറെ കൊണ്ടുവരുന്നത് 10ാമത്തെ ഓവറിലാണ്. തുഷാർ പാണ്ഡ്യ ചെന്നൈയിലൊക്കെ ഓപ്പൺ ബോളിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ പുള്ളിയെ 10ാമത്തെ ഓവറിലാണ് കൊണ്ടുവരുന്നത്. പെട്ട വിക്കറ്റ് റാവസ് ഹെഡിൻ്റെ വിക്കറ്റ് പുള്ളിക്ക് എന്നാലും ലഭിച്ചു. എന്നാലും ക്യാപ്റ്റൻസി നോക്കുവാണെങ്കിൽ ഇന്ന് റയാൻ പരാഗിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ക്യാപ്റ്റൻസിയാണ്. മോശമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ക്യാച്ചസ് മിസ്സാവുന്നു, രാജസ്ഥാനെ സംബന്ധിച്ച് ക്യാച്ചസ് മിസ്സാവുന്നു. ബോളിംഗ് റൊട്ടേഷൻ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അവർക്ക് എന്തായാലും ഇന്ന് കഴിഞ്ഞില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ റിസൾട്ടാണ് ഏകദേശം 44 റൺസിനോളം സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ മാച്ച് ജയിക്കാനിടയായി തീർന്നു. ജയിക്കേണ്ട ഒരു മത്സരമായിരുന്നു, കയ്യിൽ നിന്ന് രാജസ്ഥാൻ റോയൽസ് കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നല്ലൊരു പെർഫോമൻസ് എന്തായാലും സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്നും ജുറേലിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ കഴിഞ്ഞു. ഏകദേശം 111 റൺസിൻ്റെ പാർട്ണർഷിപ്പും 4ാമത്തെ വിക്കറ്റിൽ അവർ നേടുന്നു. ജുറേലിനെ സംബന്ധിച്ച് 70 റൺസും സഞ്ജു സാംസനെ സംബന്ധിച്ചോളം 66 റൺസും അവർക്ക് നേടാൻ കഴിഞ്ഞു. ആ സ്കോറിനെ അല്പം അടുത്തേക്ക് കൊണ്ടെത്തിക്കാൻ സഞ്ജു സാംസൻ്റെയും ജുറേലിൻ്റെയും പെർഫോമൻസ് ആയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഹിറ്റ്മറും ഡുബൈയും അത് കഴിഞ്ഞിട്ടൊന്ന് പൊരുതി നോക്കി. എന്നാൽ 286 എന്ന് പറഞ്ഞാൽ ഒരു മല പോലെയുള്ള ഒരു സ്കോറ് അത് ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. 100-ൽ 90% അത് ചേസ് ചെയ്യാൻ കഴിയാത്ത ഒരു സ്കോർ തന്നെയാണ്. റാണയോ ജഷ്വാളോ റയാൻ പരാഗോ ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചിരുന്നെങ്കിൽ ഈ സ്കോർ എന്തുകൊണ്ടും ചേസ് ചെയ്യാൻ കഴിഞ്ഞേനെ. ഇന്നൊരു റെക്കോർഡ് ചേസ് സംഭവിച്ചേനെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ അവർക്ക് ബാറ്റ് കൊണ്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് റാണയെ സംബന്ധിച്ചോളം കഴിഞ്ഞ സീസണും വളരെ മോശമായിരുന്നു. ഈ പ്രാവശ്യം എന്തായാലും രാജസ്ഥാനിലേക്ക് വന്നു. ആദ്യത്തെ മത്സരം തന്നെ ഫ്ലോപ്പ്. ജഷ്വാളിനെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ ഒരു ഷോട്ടിന് മുതിർന്നു വിക്കറ്റ് വലിച്ചെറിയുന്നു. റയാൻ പരാഗ് ഒരു ക്യാപ്റ്റൻ്റെ ഒരു ഇന്നിങ്സ് കളിക്കേണ്ടതായിരുന്നു. 54 റൺസിനാണ് പരാജയപ്പെടുന്നത്. എന്നാൽ ഇവർ ആരെങ്കിലും ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ മത്സരം ജയിക്കാൻ കഴിഞ്ഞേനെ. എന്തായാലും നല്ലൊരു മത്സരം നമുക്ക് എന്തായാലും കാണാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം പരാജയപ്പെട്ടു. എന്നാൽ ഹൈദരാബാദിൻ്റെ പിച്ചിൽ പോയി അവരെ എന്തായാലും ഒന്ന് ഭയപ്പെടുത്താൻ രാജസ്ഥാൻ റോയൽസിനായി. പിന്നെ എടുത്തു പറയേണ്ടത് SRHൻ്റെ പെർഫോമൻസ് തന്നെയാണ്. SRHന് എന്ന് 300 അടിക്കുമെന്നാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 287 എന്ന് പറഞ്ഞ IS സ്കോർ എടുക്കുന്നു. ഈ പ്രാവശ്യം ഫസ്റ്റ് മത്സരത്തിൽ തന്നെ 286 എന്ന സ്കോറിലേക്ക് അവരെത്തുന്നു. അഭിഷേക് ശർമ്മ നോക്കുമെങ്കിൽ അവർ ബാറ്റിംഗ് പരിശോധിക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ പുള്ളിയുടെ അഗ്രസീവ് ക്രിക്കറ്റ് തന്നെ തുടങ്ങി. ഏകദേശം 24 റൺസ് പുള്ളി കണ്ടെത്തുന്നു. 6 ഓവർ ആയപ്പോഴത്തേന് ഏകദേശം SRHന് 94 റൺസ് 6 ഓവറിലാണ് കണ്ടെത്താൻ കഴിഞ്ഞു. ആ ഒരു ഇന്നിങ്സാണ് അവരെ മുമ്പോട്ട് കൊണ്ടുപോയതെന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ റാവസ് ഹെഡ് ഏകദേശം 67 റൺസ് എടുത്തു നല്ലൊരു സ്റ്റാർട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഇഷാൻ കിഷൻ ഏകദേശം 106 റൺസോടെ എടുക്കുന്നു. ഇഷാൻ കിഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരേണ്ടത് ഇഷാൻ കിഷൻ്റെ ആവശ്യമായിരുന്നു. ഇന്ത്യൻ ടീമിലേക്ക് ഒരു വിക്കറ്റ് കീപ്പറെ 2020-ലായാലും ODIയിലായാലും ഒരു വിക്കറ്റ് കീപ്പറെ നോക്കുന്നുണ്ട്. സഞ്ജു ആണോ, ഇഷാൻ കിഷനാണോ, ജുറേലാണോ, പന്താണോ എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ സംശയം നിൽക്കുമ്പോഴാണ് ഇഷാൻ കിഷന് മനസ്സിലായി അവിടെ ഒരു വേക്കൻസി കിടപ്പുണ്ട്. ആ വേക്കൻസിയിലോട്ട് എനിക്ക് വന്നാലേ പറ്റത്തുള്ളൂ. അതുമല്ല ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചാലേ പറ്റത്തുള്ളൂ. ഇഷാൻ കിഷനെ സംബന്ധിച്ചിടത്തോളം 2 വർഷത്തോളം മുംബൈക്ക് വേണ്ടി വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇവിടെ ഒരു മെയ്ഡ് ഇൻ 100 എടുത്ത് എന്തായാലും IPLലോട്ടുള്ള തിരിച്ചുവരവ് കാണിച്ചു. ഈ ഒരു പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു 2020 ടീമിലേക്ക് ഇഷാൻ കിഷൻ സെലക്ട് ചെയ്യപ്പെടാൻ ഉള്ള ചാൻസ് ഉണ്ട്. 2ാമത്തെ വിക്കറ്റ് കീപ്പറായിട്ട് ചാൻസ് ഉണ്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് നോക്കുമെങ്കിൽ കീപ്പർമാരൊരു ദിവസമായിരുന്നു പറയുന്നത്. ജുറേലും സാംസണും ഇഷാൻ കിഷനും എല്ലാം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇടയായി തീർന്നു. പിന്നെ അവരുടെ നിതീഷ് കുമാർ റെഡ്ഡിയും കാൽസനും ഒരു ഭേദപ്പെട്ട സ്കോർ കാഴ്ചവെച്ചു. ഏകദേശം 200 റൺസിൻ്റെ സ്ട്രൈക്ക് റേറ്റിൽ ഇവരെ 5 ബാറ്റ്സ്മാൻമാരും ബാറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നെ രാജസ്ഥാൻ്റെ ബോളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ മോശം ബോളിംഗ് തന്നെയായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ജോ ആർച്ചർ ഈ IPL ഏറ്റവും കൂടുതൽ റൺസ്
വഴങ്ങുന്ന പ്ലെയറായിട്ട് എന്തായാലും ജോഫ് ആർച്ചർ എന്തായാലും മാറി 4 ഓവറിൽ 76 റൺസ് എന്തായാലും ജോഫ് ആർച്ചറിനെ അടിച്ചു കൂട്ടുന്നു. സന്ദീപ് ശർമ്മയും ദേശ് പാണ്ഡ്യയും നല്ല രീതിയിലുള്ള ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നല്ലൊരു വെടിക്കെട്ട് മാച്ച് എന്തായാലും നമുക്കിന്ന് കാണാൻ കഴിഞ്ഞു. എന്തായാലും രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിരാശയ്ക്ക് വകയില്ല, നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ഈ പെർഫോമൻസ് എന്തായാലും അടുത്ത മത്സരത്തിൽ അവർക്ക് എന്തായാലും പ്രചോദനമാവും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ വന്ന് ഏകപക്ഷീയമായിട്ടല്ല എന്തായാലും പരാജയപ്പെട്ടത്. എന്തായാലും നല്ലൊരു പെർഫോമൻസ് എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കുന്ന തരം ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അത് നമ്മൾ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് തന്നെ പറയേണ്ടിയിരുന്നു. എന്നാൽ കറക്റ്റ് ടൈമിൽ അർഷിത് പട്ടേലിനെ കൊണ്ടുവരുന്നു, സഞ്ജുവിൻ്റെ വിക്കറ്റ് എടുക്കുന്നു. തൊട്ട് പുറകെ തന്നെ ജുറേലിൻ്റെ വിക്കറ്റും ആദം സാമയെ കൊണ്ടുവന്ന് വിക്കറ്റ് എടുക്കുന്നു. നല്ലൊരു ക്യാപ്റ്റൻസി ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പാറ്റ് കമ്മിൻസിൻ്റെ. പാറ്റ് കമ്മിൻസും അല്പം ഇന്ന് എക്സ്പെൻസീവ് ആയിരുന്നു. ബോളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ പാറ്റ് കമ്മിൻസും ഏകദേശം 4 ഓവറിൽ 60 റൺസോളം വിട്ടുകൊടുക്കേണ്ടി വന്നു. എന്നാൽ തൻ്റെ ക്യാപ്റ്റൻസിയിലൂടെ തൻ്റെ ടീമിനെ വിജയിപ്പിക്കാൻ പുള്ളിക്കുമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ എന്തായാലും SRH 300 അടിച്ചില്ല. ഇനി എന്ന് 300 അടിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സംശയം. എന്തായാലും വിജയത്തോടെ സൺറൈസേഴ്സ് ഹൈദരാബാദും തുടങ്ങി. എന്തായാലും ഈ സീസണിൽ എന്തായാലും അവരുടെ വരവ് എന്തായാലും അവർ അറിയിച്ചു. 250 300 കുറഞ്ഞ സ്കോറിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നേ ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ഇഷാൻ കിഷൻ ടീമിലില്ലായിരുന്നു. ഈ പ്രാവശ്യം ഇഷാൻ കിഷനും കൂടെ ടീമിലേക്ക് വരുമ്പോൾ ഒരു സ്ട്രോങ് ടീം തന്നെയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം അഭിഷേക് ശർമ്മയും ട്രാവസ് ഹെഡും ഇഷാൻ കിഷനും നിതീഷ് കുമാർ റെഡ്ഡിയും ഹെൻറി കാൾസനും അൻകിത് വർമ്മയും അഭിനവ് മനോഹരും ഇതൊരു വല്ലാത്തൊരു ടീം തന്നെയാണ്. ഇവർ 200 കുറഞ്ഞ് എന്തായാലും ഇവരെ പ്രതീക്ഷിക്കേണ്ട. ഇവരുടെ എന്തായാലും 4-5 പ്ലേയേഴ്സ് ഒരുമിച്ച് ഓഫ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2-3 പ്ലേയേഴ്സ് കളിച്ചാലെങ്കിൽ ഇവർക്ക് എങ്ങനെയായാലും ഒരു 200 സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ടീമാണ്. എന്തുകൊണ്ടും ഇവരൊരു ഡേഞ്ചറസ് ടീം തന്നെയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ജഷ്വാൾ ആണെങ്കിലും റയാൻ പരാഗ് ആണെങ്കിലും നിതീഷ് റാണെ ആണെങ്കിലും പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബോളിംഗ് പരിശോധിക്കുമ്പോൾ ചില കൺസേൺ ഉണ്ട്.